ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വീണ്ടും വിവാദങ്ങളിലേക്കോ കോൺട്രവേഴ്സിയിലേക്കോ പോകാൻ ഒരു താല്പര്യമില്ല. ഞാൻ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുധിലയം, രേണു സുധിയുടെയും അതേപോലെ തന്നെ അവരുടെ കുട്ടികളുടെയും വീടായ സുധിലയത്തിൻ്റെ ബോർഡ് വെക്കുന്ന സമയത്ത് ആക്ച്വലി അതിൻ്റെ പേര് നമ്മുടെ ഗ്രൂപ്പിൽ 5 or 6 പേരുകൾ ഇട്ട് അതിനകത്തുനിന്ന് ഒരു പേര് എല്ലാവരും കൂടെ സെലക്ട് ചെയ്താണ് ഈ സുധിലയം എന്ന് പറയുന്ന ഈ പേര്. ഇത് ഞാനന്ന് ബഹുമാനപ്പെട്ട രേണുവിനെ അറിയിച്ചു. രേണു അതിനകത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ബോർഡ് വെക്കുന്നുണ്ടെന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് നിങ്ങളുടെ ഒരു പേര് എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ചു. അതിനൊരു കാരണം വെച്ചാൽ ഇപ്പോൾ ഈ വിവാദമായതിനു ശേഷമാണ് പല ആൾക്കാരും പറഞ്ഞത് ഇത് ഒരു പ്രമുഖ ചാനൽ വെച്ചു കൊടുത്ത വീടല്ല, ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് വെച്ചു കൊടുത്ത വീടാണെന്നുള്ളത് പലരും പറഞ്ഞത്. അതുവരെ പലരുടെയും തെറ്റിദ്ധാരണ ഇതൊരു പ്രമുഖ ചാനൽ വെച്ചു കൊടുത്ത വീടായിരുന്നു എന്നായിരുന്നു. സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ അങ്ങനെ ആ പ്രമുഖ ചാനൽ ഞങ്ങളെ ക്രെഡിറ്റ് കൊണ്ടുപോകണ്ട എന്നുള്ള ഒരു എന്താ പറയാ ബുദ്ധിയും അതിന്റെ പുറകിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് പലരും പറയുന്നത് എൻ്റെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധി വിഷയം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ വന്ന ഒരു ആള് തന്നെയാണ് ഫിറോസ് ആണ് വീട് വെച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് ഫിറോസ് ഉള്ള ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് വീട് വെച്ചു കൊടുത്തത്. ആ വീടിന്റെ കാര്യങ്ങളെ പറ്റി ഇന്ന് ഫിറോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിൽ ചെറിയൊരു എതിർപ്പ് എനിക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ കൊല്ലം സുധിയുടെ മരണശേഷം നമ്മൾ എല്ലാവരും കണ്ടതാണ്, വീഡിയോസും കാര്യങ്ങളും ഇതെല്ലാവരും കണ്ടതാണ്. ആ കാണുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധിയുടെ മകനെ ഞങ്ങൾ പഠിപ്പിക്കും, അതുപോലെ തന്നെ സുധിയുടെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ ജോലി കൊടുക്കും, സുധിയുടെ കുടുംബകാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കും, അവർക്ക് വീട് വെച്ചു കൊടുക്കും എന്നൊക്കെ പ്രമുഖ ചാനലായ ഫ്ലവേഴ്സ് ചാനൽ, ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള ഫ്ലവേഴ്സ് ചാനൽ തന്നെയാണ് പറഞ്ഞത്. ആ ഒരു സമയത്താണ് ഫിറോസ് അവിടത്തേക്ക് എൻട്രി ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫാദർ വരുന്നത്. ഇവരൊക്കെ ചാടി വീഴുകയല്ലായിരുന്നു ശരിക്ക്. ഇവർക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നോ? ആ ഒരു ചാനലിന് അതുപോലെയുള്ള 15 വീട് എടുത്തു കൊടുക്കേണ്ട പൈസ ഉണ്ട് അവരുടെ കയ്യിൽ, അവരെടുത്ത് കൊടുത്തുകൊള്ളൂലായിരുന്നോ? ഇവർക്ക് വേണമെങ്കിൽ വേറെ ഒരു പാവപ്പെട്ടവന് വീട് കൊടുക്കാലോ. ഒരുപാട് മിമിക്രിക്കാർ ഇവിടെ വീടില്ലാതെ അലയുന്നുണ്ട്. നമ്മൾ ഇതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ട, ഒരാൾ ഇതുപോലെ മരിച്ചിട്ട് അയാൾക്ക് കയറി കിടക്കാൻ ഒരു വീടോ ഒരു വാടക വീട് പോലും ഇല്ലാത്ത മിമിക്രിക്കാർ ഇവിടെയുണ്ട്. അവർക്ക് ആർക്കെങ്കിലും വെച്ച് കൊടുക്കാം. പക്ഷേ എല്ലാവർക്കും വേണ്ടത് ഫെയിം തന്നെയാണ്. ഫെയിമിന് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ചാടി വീണത് എന്ന് ഈ ഒരു വർത്തമാനത്തും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മിസ്റ്റർ ഫിറോസ് ഭായ്. അതായത് നിങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്ന സംഭവം ചെറിയൊരു പാളിച്ചകളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു വീടെടുത്തിട്ട് 6 മാസം കൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കേണ്ടത് നിങ്ങളുടെ ജോലി തന്നെയാണ്. അല്ലാതെ അവരുടെ കയ്യിൽ ഒരുപാട് തെറ്റുണ്ട്. അതായത് സുധിയുടെ കുടുംബത്തിന്റെ കയ്യിൽ, രേണു സുധിയുടെ കയ്യിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്നും ചെറിയൊരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വീഡിയോ വരുമ്പോൾ, അതുപോലെ രേണു സുധി പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണി നോക്കണമെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് നമ്മൾ ദാനം കൊടുക്കുന്നതാണ് നല്ലത് കൊടുക്കേണ്ടത്. ഈ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഈ കല്യാണത്തിനൊക്കെ ബാക്കി വന്ന സദ്യ കൊണ്ടുപോയിട്ട് അനാഥാലയത്തിൽ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഏറ്റവും വലിയൊരു തെണ്ടിത്തരന്നാണ് ഞാൻ പറയുള്ളൂ. അതായത് അനാഥാലയങ്ങൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ തിന്നുന്ന ആ സാധനം നിങ്ങൾ ബാക്കി വരുന്നതിന് മുന്നെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഒരുത്തന്റെ ബാക്കിയല്ല. ഈ ബാക്കി വരുന്ന സാധനം കൊടുക്കുന്നത് അവന്റെ അവരുടെ കുടുംബത്തെ തന്നെ അവരുടെ ഇത് ചോദ്യം ചെയ്യുന്ന ഒരിതാണ്. ആ വാക്ക് ഞാൻ പറയുന്നില്ല. അവരുടെ ആത്മാഭിമാനം അതാ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആർക്കായാലും എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും വലിയൊരു കൂട്ടായ്മയാണ് വെച്ചു കൊടുത്തതെങ്കിലും ഫിറോസിന്റെ പേര് മാത്രമാണ് അവിടെ വരുന്നത്, അല്ലാതെ വേറെ ഒരാളുടെ പേരും വരുന്നില്ല. ഫിറോസ് ഫേസ്ബുക്ക് കൂട്ടായ്മയാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. കാരണം ഫിറോസ് പല സഹായങ്ങളും അതിൻ്റെ അകത്ത് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഇന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉള്ളത്, പലരും എന്ന് പറഞ്ഞ് ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ അതിൻ്റെ അകത്ത് കമന്റും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർ ചെയ്തു കൊടുത്ത വർക്ക് അതിൽ ചെറിയൊരു പാളിച്ചയൊക്കെ ഉണ്ട്, ഇല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. അല്ലാതെ ഈ തങ്കച്ചൻ പോയിട്ട് വീട് ചുരണ്ടിയൊന്നല്ല. അങ്ങനെ ചുരണ്ടിയതാണെങ്കിൽ 6 മാസം കൊണ്ട് ഒരു വീട് അങ്ങനെ ചുരണ്ടണമെങ്കിൽ അതിന് ചെറിയ പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് പരിഹരിക്കാനാണ് നോക്കേണ്ടത്. വീണ്ടും നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വന്ന് പേര് മാറ്റി അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഇത് മാറ്റി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ മതിൽ മാറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ വരികയല്ല വേണ്ടത്.
വേണ്ടത്. അതായത് അവരുടെ പ്രശ്നം ദാ ഇവിടെ തീർന്നു എന്ന് പറഞ്ഞ് അവിടെ തീർക്കണം. വീണ്ടും 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 എന്തിനാണ് വെറുതെ നിങ്ങളുടെ പേര് നിങ്ങൾ കളയുന്നത്? പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഞങ്ങൾ ആർക്കും വീട് വെച്ച് കൊടുക്കത്തില്ല. അതെന്തൊരു വർത്താനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രേണു സുധീനെ പേടിച്ചിട്ടാണോ നിങ്ങൾ വീട് വെച്ച് കൊടുക്കാത്തത്? അല്ല, ഇനി പാവങ്ങൾ അങ്ങനെ സുഖിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണോ? എല്ലാവരും അതുപോലെയല്ല. ഒരു മുറിയുള്ള ഒരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും എല്ലാവരും തൃപ്തരാണ്. പക്ഷേ ഒരു മുറിയുള്ള ഒരു വീട് വെച്ച് കൊടുത്തിട്ട് അവിടെ എന്താ പറയേണ്ടത്, കഥകുണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് കുറ്റം പറയും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളോട് ഇത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ആർഭാടമുള്ള വീടൊന്നും വെച്ചു കൊടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 ബെഡ്റൂം ഹാളും ഇല്ല വീട് മാത്രം മതിയായിരുന്നു. അത് മാത്രമേ വേണ്ടൂ. അത് തന്നെയാണ് ഫ്ലവേഴ്സ് കൊടുക്കുക. അല്ലാതെ ഫ്ലവേഴ്സ് ആയാലും ചിലപ്പോഴും വലിയ കൊട്ടാരം എടുത്ത് കൊടുത്തു എന്നും വരും. കാരണം ഈ സുധി എന്ന് പറയുന്നവൻ ഒരുപാട് കാലം അവിടെ ജോലി ചെയ്തതാണ്. എന്നിട്ടും അവന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ആ കമ്പനീന്റെ പ്രശ്നമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ സുധിക്ക് ശമ്പളം കൊടുത്തിട്ടില്ലേ എന്നുള്ള ചോദ്യം വരെയുണ്ട്. അപ്പൊ അവരെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ വെറുതെ പോയി ഏറ്റെടുത്താണ്. അതുപോലെ തന്നെ അച്ഛനാണെങ്കിലും ഏറ്റെടുത്തത് തന്നെയാണ്. അച്ഛൻ വന്നിട്ട് പിന്നെ കുറ്റം പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അച്ഛൻ ആ ഓണം കയറാൻ മൂലയിൽ കുറെ സ്ഥലമുണ്ടായിരുന്നു, അത് എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് പോകണം. അതിന് വേണ്ടിയിട്ട് കണ്ട ഒരു സംഭവമാണ് ഈ വലിയ വലിയ ഫ്ലാറ്റൊക്കെ എടുക്കുന്നവര്. ഇപ്പോൾ ഈ എന്താ പറയേണ്ടത്, കൊച്ചിയിലൊക്കെ വലിയ ഫ്ലാറ്റൊക്കെ എടുക്കുന്നവര് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ വലിയ വലിയ നടന്മാർക്ക്, മോഹൻലാലിന്, പൃഥ്വിരാജിന്, അതുപോലത്തെ മഞ്ജു വാര്യർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഫ്ലാറ്റ് അവർക്ക് ദാനം കൊടുക്കുവാണെന്ന്. ഒരു ഫ്ലാറ്റേ കൊടുക്കത്തുള്ളൂ. എന്നിട്ട് എന്താണെന്നറിയാം, ഇതിന്റെ മുകളിലാണ് പൃഥ്വിരാജ് താമസിക്കുന്നത്, ഇതിന്റെ മുകളിലാണ് മോഹൻലാലിന്റെ ഫ്ലാറ്റ്, ഇതിന്റെ മുകളിലാണ് മഞ്ജുവാരുടെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് അവരത് ബിസിനസ് ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ കൊല്ലസുധിയുടെ വീടിന്റെ അടുത്താണെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും നെഗറ്റീവ് ആണെങ്കിൽ അച്ഛന് നല്ല ബിസിനസ്സും കച്ചവടവും നടക്കുമായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയില്ല, കൊല്ലസുധീന്റെ ഭാര്യ ഒരുപാട് നെഗറ്റീവായി പോയി. അത് പോസിറ്റീവ് ആണെങ്കിൽ നല്ല ഗുണം തന്നെയായിരുന്നു, പക്ഷെ ഇത് നെഗറ്റീവായി പോയി, അത്ര പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അച്ഛന് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇറങ്ങാൻ സമയം കിട്ടാത്തതെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, വലിയ വലിയ ആൾക്കാർ ആരെങ്കിലും വന്ന് ഏറ്റെടുത്ത് നടക്കുന്ന സ്ഥാപനം അല്ലെങ്കിൽ വന്ന് ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് ഏൽപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 1000 പാവപ്പെട്ടവരെ കിട്ടും. ഇനി നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവരെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വീടില്ലാത്തത് അവർക്ക് കൊടുത്താൽ പോരായിരുന്നോ? എന്തിന് ഫ്ലവേഴ്സ് ചാനൽ കൊടുക്കാൻ വേണ്ടി വിചാരിച്ച സംഭവത്തിൽ പോയിട്ട് തലവെച്ച് കൊടുത്തത് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു തെറ്റാണ്. ഒരിക്കലും അത് നമുക്ക് പൊറുക്കാൻ പറ്റൂല. കാരണം അത്രയും പൈസക്കാരല്ലേ വരി. അതായത് ഫ്ലവേഴ്സ് ചാനലിന്റെ ഉടമകൾ ആരാണെന്ന് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അവരൊക്കെ വലിയ വ്യവസായികളാണ്. ആ ഒരു സന്ദർഭത്തിൽ പോയിട്ട് എന്തിനെ തലവെച്ച് കൊടുത്തു? എത്ര ആൾക്കാരുണ്ടായിരുന്നു, എത്ര ആൾക്കാർക്ക് വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ഈ വീടിന് ചെലവാക്കുന്ന പൈസ കൊണ്ട് നിങ്ങൾക്ക് 3 വീട് എടുക്കായിരുന്നു. ആ 3 വീട് 3 പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. അത് 2 റൂം, ഒരു ഹാൾ, ഒരു ചെറിയൊരു കിച്ചണും മതിയോ. അല്ലാതെ നിങ്ങൾ ഈ കാണിക്കുന്ന തരത്തിലുള്ള ഇതൊന്നും വേണ്ട. ഇപ്പോഴും നിങ്ങൾ ഇത്രയൊക്കെ കാണിച്ചു, എന്നിട്ട് എന്താ കിട്ടിയത്? കെട്ടപേരല്ലേ കിട്ടിയത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവ് വരുന്നുണ്ട്. നിങ്ങളുടെ ആ വീടെടുത്ത എഞ്ചിനീയറാ, അതാരായാലും ശരി, ആ വീടിന്റെ പണി എടുപ്പിച്ചവൻ ആരായാലും അവൻ എന്തോ ഒരു മായം ചേർത്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് എല്ലാവർക്കും അറിയാം. അവൻ എന്തോ ഒരു തരികിട കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനെ നിങ്ങൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്തു. ഇല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് തന്നെ ഇതൊരു വലിയ ദോഷമായി തീരും. കാരണം ഇവനൊന്നും മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവനല്ല, ജോലി ചെയ്യാതെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ പണിക്കാരെ തന്നെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ കൃത്യമായിട്ട് അടിച്ചിട്ടുണ്ടോ പെയിന്റ്, അല്ലെങ്കിൽ അവൻ കൃത്യമായിട്ട് ഇതിനൊക്കെ മിശ്രിതം ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലാതെ ദാനം കൊടുക്കുന്ന പശുവിന് ഇത് മതി, ഇനി 2 പല്ല് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അതുപോലെ മതി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.